സൗമ്യതയുടെയും മാന്യതയുടെയും പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെയും സമ്പന്നമായ സംസ്കാരമാണ് കോട്ടയം രാഷ്ട്രീയത്തിന് എന്നും ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയും കെ എം മാണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വി എൻ വാസവനും ടി കെ രാമകൃഷ്ണനും സുരേഷ് കുറുപ്പുമെല്ലാം ഈ മാന്യതയുടെ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിരുന്നവരാണ്. എന്നാൽ പി സി ജോർജിന്റെ വാടാപോടാ ശൈലിയിലേക്ക്, ഗുണ്ടാ സംസ്കാരത്തിലേക്ക് കോട്ടയം രാഷ്ട്രീയം അധപതിക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. ഇതിൽ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് തന്റെ ഫോണിലേക്ക് വിളിച്ച കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹഫീസിനെ തെറി പറഞ്ഞ് കണ്ണു പൊട്ടിക്കുന്ന കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ്. കോട്ടയത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഹഫീസും കേരള കോൺഗ്രസ് സൈബർ പോരാളികളും തന്നെയാണ് ഈ ക്ലിപ്പിങ്ങുകൾ പ്രചരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഞാനാണ് സംസാരിച്ചത്. നമുക്ക് ഏത് രീതിയിലും ഏത് ഭാഷയിലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള ഭാഷയിലാണോ? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ നല്ല പറയുന്ന കേട്ടെ. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളൊന്ന് കേൾക്കൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് നിങ്ങൾ പോക്കോ. ഹലോ, നിങ്ങൾ പറയുന്ന ഏത് ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന്, അവിടെ നിൽക്കട്ടെ. രണ്ട്, ഇപ്പോ ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെരി ഗുഡ്. അടുത്തത്, ഈ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലെ തന്നെ ഞാൻ മാനിക്കുന്നുണ്ട്. കാരണം അവര് നമ്മൾ തമ്മിലുള്ള സംസാരത്തിനകത്ത് കക്ഷികളല്ല. മനസ്സിലായില്ലേ? അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ. അല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. സ്ത്രീകളെ ആരെങ്കിലും മോശം പറഞ്ഞോ? ഞാൻ പറയുന്ന കൊണ്ട് കേൾക്കും. അവനെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞു. താമസിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പണി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ആ പരിചയമില്ല. നിങ്ങൾക്ക് അതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പറയുന്ന കേക്കൂ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. കാരണം അവർ ആ വീട്ടിൽ ഇരിക്കുന്ന ഒരു പാവങ്ങളാ. അതുകൊണ്ട് അവരെ ഞാൻ മാനിക്കുന്നുണ്ട് പറയുന്നില്ല. രണ്ട്, ഞാൻ പറയട്ടോ. താൻ കേൾക്കൂ. ഞാൻ പറയട്ടെ. ജോളി ഞങ്ങളുടെ പിള്ളേരുടെ കൈക്ക് പിടിച്ച് തിരിച്ചു. അതിന് ഞങ്ങള് അങ്ങനെ തന്നെ നോക്കും. മനസ്സിലായില്ലേ? സുരേഷ്, നീ ഒന്നും ചെയ്യത്തില്ല. എവിടെ കൊണ്ടു നിർത്തണോ? ഞാൻ കൊണ്ടു നിർത്തി തരാം. ഈ ഓഡിയോയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശത്തെ ന്യായീകരിക്കുവാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ വീഡിയോയിൽ പറയുന്ന സംഭവ വികാസങ്ങളിലേക്ക് നയിച്ച യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കാനാണ്. നാട്ടകം സുരേഷിന്റെ ഫോണിലേക്ക് വിളിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ ഞങ്ങളുടെ വിവാദ നായകനായ ഒരു ജനപ്രതിനിധി ആണാണോ പെണ്ണാണോ എന്നറിയണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് കിടത്തി നോക്കാൻ ഹഫീസ് പറഞ്ഞപ്പോഴാണ് സുരേഷ് പ്രകോപിതനായത്. തൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയെയും ഭാര്യയെയും മകളെയും ആഭാസകരമായി പരാമർശിക്കുന്ന ഹഫീസിന്റെ നടപടിയോടുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇവിടെ സംഭവിച്ചത്. പതിവ് കോൺഗ്രസ് നേതാക്കളെ പോലെ പ്രതിച്ഛായാ ഭയമില്ലാതെ നാട്ടകം സുരേഷ് പ്രതികരിക്കുമെന്ന് ഹഫീസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നാട്ടകം എന്ന ഒരു കാലത്തെ CPM പാർട്ടി കോട്ടയിൽ നിന്ന് തെറി വിളിച്ചും തല്ലുകൊടുത്തും തല്ലുകൊണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന വ്യക്തിത്വമാണ് സുരേഷിൻ്റേത്. അതുകൊണ്ട് തന്നെ MM മണിയെ പോലെ ചില നാടൻ ഭാഷാ പ്രയോഗങ്ങളൊക്കെ അയാളുടെ നാവിലേക്ക് വളരെ സ്വാഭാവികമായി വന്നു ചേരും. ഏറ്റവും നിന്ദ്യമായ ഈ പരാമർശം നാട്ടകം സുരേഷ് ഹഫീസിനെതിരെ നടത്തിയപ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ കോട്ടയത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം രാഷ്ട്രീയ പ്രതിയോഗികളെ, പാർട്ടിക്കുള്ളിലെയും പാർട്ടിക്ക് പുറത്തെയും രാഷ്ട്രീയ പ്രതിയോഗികളെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവും നീചവുമായ ഭാഷയിൽ, പ്രതിയോഗികളെ മാത്രമല്ല ഇവരുടെ കുടുംബാംഗങ്ങളെയും അധിക്ഷേപിക്കുന്ന കേരള കോൺഗ്രസിന്റെ സൈബർ കൊട്ടേഷൻ സംഘത്തിന്റെ തലവനാണ് യഥാർത്ഥത്തിൽ
ഈ ഹഫീസ് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഇവരുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കിരയായി രാഷ്ട്രീയ മാന്യതയോർത്ത് പ്രതികരിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്, മറ്റു പാർട്ടികളിലുമുണ്ട്. ഇവരെയെല്ലാം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് നാട്ടകം സുരേഷ് നടത്തിയത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് കോട്ടയം രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ മൂല്യച്യുതിക്ക് കാരണക്കാർ കേരള കോൺഗ്രസിന്റെ ഹഫീസ് നേതൃത്വം നൽകുന്ന ഇത്തരം സൈബർ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണ്. തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഏറ്റവും നിന്ദ്യമായ അവഹേളനം നടത്തി ഇവർ കണ്ടെത്തുന്ന ഒരു ആനന്ദവും ഇതിനോട് സഹികെട്ട് ഇതര പാർട്ടിക്കാർ നടത്തുന്ന പ്രതികരണങ്ങളുമാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ ഇന്ന് ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുഷിപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അകറ്റി നിർത്തുവാൻ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തയ്യാറാവേണ്ടത്. ഇല്ലെങ്കിൽ KM മാണി ഉയർത്തിപ്പിടിച്ച ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ തന്നെയാണ് ഈ നാടിന് നഷ്ടമായി പോകാൻ പോകുന്നത്. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.